അതെ, ഇതാണ് നമ്മൾ കോട്ടയത്ത് കാണാൻ വന്ന ആള് കേട്ടാ. നമ്മുടെ 50, അതെ അതെ, നമ്മുടെ 56-ലുണ്ടായിരുന്നതാണ്. 85 കിലോ ഉണ്ടായിരുന്ന ഒരാളാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ ജാനുവരിയിൽ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എബ്രോഡ് നമ്മുടെ സാധനം കൊണ്ടുപോയി അവിടെ വെച്ച് യൂസ് ചെയ്ത ആളുകൂടിയാണ് അല്ലേ? അപ്പം നമ്മുടെ ഡയറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? ഡയറ്റ് ഞാൻ ഒത്തിരി ഫോളോ അപ്പ് ചെയ്തൊരു ഇതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു എൻ്റെ വണ്ണം ഒരിക്കലും കുറയില്ല. കാരണം എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കണ്ടാൽ മനസ്സിലാവും നല്ല വണ്ണം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ എല്ലാവർക്കും നല്ല വണ്ണം ഉള്ളവരാ. അപ്പൊ എൻ്റെ കുടുംബക്കാർ തന്നെ എന്നോട് പറഞ്ഞു നിന്റെ വണ്ണം കുറയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ബോഡി ഷേമിങ് ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹോർമോൺ ഭാരമായിട്ട് ഈസ്ട്രജൻ എനിക്ക് കുറഞ്ഞു. അതാണ് പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള കാര്യം. അപ്പൊ ഞാൻ ഇവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം എന്നെ വണ്ണം കുറയ്ക്കണം. അതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ചേച്ചി ഞാൻ കോൺടാക്ട് ചെയ്യാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തത്. കാരണം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും കുറേ റേറ്റിങ്ങും കാര്യങ്ങളും കണ്ടപ്പോൾ അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു. ആദ്യം എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. വെള്ളം കുടിക്കുന്ന അങ്ങനെ അവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ സമയം കിട്ടാറില്ലായിരുന്നു. അതൊരു ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് വെള്ളം ഇല്ല ജീവിക്കാൻ പറ്റത്തില്ല. അല്ല, ഇപ്പൊ എനിക്ക് ഒന്ന് കണ്ട ഒരിക്കലും ഒരു വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയത്തില്ല. അതെ അതെ. അല്ല, ആ ഒരു അങ്ങനെ ഒരു കമ്പയർ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ റിവ്യൂ ചോദിച്ചത്. ഞാൻ റിവ്യൂ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനെ ഞാൻ അയച്ചു കൊടുത്തത്. അപ്പൊ എനിക്ക് 2 വാട്സപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചേട്ടൻ നമ്പറാ കിട്ടിയത്. അപ്പൊ ഞാൻ ചേട്ടന് ഇട്ട് കൊടുത്തു. ഞാൻ എനിക്ക് അപ്പൊ മെസ്സേജ് ചെയ്യാൻ ടൈം കിട്ടിയോളാം. ഞാൻ മെസ്സേജ് എനിക്ക് വെയിറ്റ് കുറഞ്ഞു. മുമ്പ് ഡയറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ? ഇല്ല, എനിക്ക് എന്റെ പ്രൊഫഷണൽ നേഴ്സാ. എനിക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ഇല്ല ഫുഡിന്. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ മെയിൻറ്റെയിൻ ആയിരുന്നു. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന വ്യക്തിയല്ല. ബട്ട് ഈ വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് അതെ അതെ. അല്ല, നമുക്ക് ഈ ചില ആൾക്കാർ പറയില്ല വണ്ണം ഉണ്ട്, വീട്ടിൽ ഉള്ളവർക്ക് വണ്ണം ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറയില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. അതാ ഞാൻ പറയുമ്പോ അങ്ങനെ പറയുമല്ലോ, ആ ഒരു ഇതായിരുന്നു. പിന്നെ ഇത് ഡയറ്റ് എനിക്ക് ഫോളോ ചെയ്യാവുന്ന ഡയറ്റാണ്. ആർക്കും ഞാനിപ്പോ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡയറ്റ് ഷെയർ ചെയ്ത് പോകും. കാര്യം പുള്ളിക്കാരി തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ ഇതിൽ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. എന്താണ് അപ്പൊ എബ്രോഡ് എന്നൊരു നഴ്സിന്റെ റിവ്യൂ ആണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ഡയറ്റിനെ പറ്റി പൊതുവെ എന്താണ് നമ്മുടെ ഡയറ്റിനെ പറ്റി പൊതുവെ പറയാനുള്ളത്? ഒരു അഡ്വാൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിട്ട് എന്റെ ശരീരത്തിൽ ഇതൊരു കുഴപ്പമില്ല. നല്ലൊരു സാധനമാണ്. മുഖം ഒന്നുകൂടെ ക്ലിയർ ആയി. എന്റെ മുഖം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയോട് ചോദിച്ചറിയാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ക്ലൈമറ്റ് പിടിക്കത്തില്ല. നല്ല ക്ലിയർ സ്കിന്നാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഡയറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെ, ആ വർക്കിംഗ് വുമൺ ആയിട്ട് പോലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം സൗദി വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സിനൊക്കെ അറിയാം. തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തവർ ഒത്തിരി പേര് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ സാധനം അങ്ങോട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് മാത്രമേ. എന്നോട് ചോദിക്കും മേടി എങ്ങനെ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൂട്ടുകാർ വഴിയാണ് കൊണ്ടുവരുന്നത്. ഒത്തിരി ആൾക്കാർ ഫാമിലി വഴി കളക്ട് ചെയ്ത് കൊണ്ടുപോകും. കാര്യം നമുക്ക് കൊറിയർ ചാർജ് ഒരുപാടാണ് ഇതിന്. അതുകൊണ്ട് അതാ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവർ പറയുന്നു. പക്ഷെ അവർക്ക് എന്നാലും സാധനം വേണം എന്ന് ഇപ്പോഴും പറയുന്നവരുണ്ട്. അപ്പൊ കൊടുത്തരും നമ്മുടെ. അതെ, ഇത്തവണ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ 1 മാസം സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്തായാലും പോകാൻ നിൽക്കുവാണ് കേട്ടോ. ആള് തിരിച്ച് വീണ്ടും പോകുവാണ്. അപ്പൊ സൗദിയിലേക്ക് എന്തായാലും ഒരു ഹാപ്പി ജേണി. നല്ലൊരു റിവ്യൂ തന്നേലും. എന്തായാലും ഇതിനെ കണ്ട ആരെങ്കിലും പറയോ വണ്ണം ഉണ്ടായിരുന്ന ഒരാളാണെന്ന്? ഞാനിപ്പോ എന്റെ ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന് വാങ്ങിച്ചിട്ടുണ്ട്. അത് മെയിലാണ്. അപ്പൊ ഗ്രൂപ്പില്ല. ഞാൻ ചേട്ടാ നോക്കിക്കോളാം. കുറച്ച് ഇഷ്യൂ ഒരുപാട് മെയിൽസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗ്രൂപ്പ് ചേർത്ത് അവരെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. കാര്യം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും വെയിറ്റ് കുറയാനായിട്ട് ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഇതേപോലെ നല്ല റിവ്യൂസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം നിങ്ങളുടെ നല്ല റിവ്യൂസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ആയ ഡയറ്റിന് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ടാറ്റ.